ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം അൽഹംദുലില്ലാ അവിടെ സുഖാട്ടോ. അപ്പം നമ്മൾ മലപ്പുറത്ത് തന്നെയാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് തേനെല്ലിക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തേനെല്ലിക്ക ഉണ്ടാക്കുകയാണ്. അതിന് 1 കിലോ നെല്ലിക്കയാണ് വാങ്ങിയിരുന്നത്. അതിനൊരു 4-5 മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എടുത്ത് ഞാൻ കേകുകയാണ്. നല്ലോണം ഒന്ന് കേകി അത് നമുക്ക് കേകി എടുക്കാം. ഇത് കേകി എടുത്തതിന് ശേഷം പിന്നെ നമ്മളത് ഒന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ അതിനെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിങ്ങാണ്ട് ഓരോന്ന് കുത്തി കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ എല്ലാം പിന്നെ മധുരവും ഇതുമൊക്കെ ഇറങ്ങി അത് സെറ്റാകാൻ വേണ്ടിയാണ്ടാണ്. അപ്പം അതിനും വേണ്ടി ഞാനത് ഓരോന്ന് എടുത്തുങ്ങാണ്ട് ഒന്ന് ഫോർക്ക് വെച്ചാണ് കേട്ടോ ഞാൻ കുത്തി കൊടുക്കണത്. നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് അതിൻ്റെ ചുറ്റുഭാഗത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതേപോലെയാണ് ഞാൻ കുത്തിയിരിക്കണത്. ഇനിയിപ്പോൾ കത്തി വെച്ചിങ്ങാണ്ട് വേണമെങ്കിൽ ഒന്ന് ചെറുതായി ഇതാക്കിയും കൊടുക്കുക. പക്ഷേ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് ആവിക്ക് വേവിച്ചുമ്പോഴേ അങ്ങോട്ട് ചില നെല്ലിക്ക അങ്ങോട്ട് പൊളിഞ്ഞ് ഇതായി വരും. അപ്പോൾ കാണാനൊരിതുണ്ടാവില്ല. അപ്പം ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാനിത് പച്ചക്ക് നമ്മൾ വേവിച്ചതിൻ്റെ മുമ്പ് തന്നെ കുത്തിയിരിക്കണം കേട്ടോ. ചിലവർ ആ വീഡിയോയിലൊക്കെ കണ്ടിരിക്കണത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പപ്പടക്കോലോ ഒക്കെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ കുത്തണത്. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്തിരിക്കണത് കേട്ടോ. അപ്പം അങ്ങനെ ഓരോന്നും കുത്തി പിന്നെ നമ്മൾ പിന്നെ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് മേലെ ഓട്ടപ്പാത്രം വെച്ച് അതിലാണ് കേട്ടോ ഇട്ടുങ്ങാണ്ടൊന്ന് ആവിക്കാണ് വേവിച്ചെടുക്കണത്. ഒരുപാട് സമയമൊന്നും വേവിച്ചണ്ട, കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ ഞാനിത് പാത്രത്തേക്ക് വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി പിന്നെ കുറച്ച് സമയമൊക്കെ കഴിക്കണേ നമുക്കിതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടോ പാകാട്ടോ, ഇത്ര ആയാൽ മതി. ഇനി നമുക്കിതിന് പിന്നെ ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള സംഗതികളൊക്കെ ഒന്ന് ശരിയാക്കാം. ഇപ്പം പഞ്ചസാരയും കുറച്ച് ശർക്കരയും വെച്ചുങ്ങാണ്ടാട്ടോ ഞാനിത് ശർക്കരപ്പാനി ഉണ്ടാക്കണത്. അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര എടുത്തുക്കണം. ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും, 300 ഗ്രാം അത്രയൊക്കെ ഉണ്ടാവും പഞ്ചസാര. അപ്പോൾ അതൊന്ന് മെൽറ്റാക്കി എടുക്കാം നമുക്ക് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഒരു 4-5 അച്ചുണ്ടായിരുന്നു. അതും കൂടി ചെറിയ അച്ചാട്ടോ. അപ്പം അതും കൂടി കൂട്ടിങ്ങാണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി ചെറുതായി ഒന്ന് കുറുകണ ഇതിലാവുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം പഞ്ചസാര അതിൽ കടന്ന് നല്ലോണം ഒന്ന് ഉരുകി ശർക്കരയും പഞ്ചസാരയും കൂടി ഒന്നൊന്ന് മെൽറ്റാകട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിക്ക ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരിക. അപ്പം അങ്ങനെ ഞാൻ ഓരോന്നാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല, എളുപ്പമാണ്. നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ പിന്നെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് തിന്നും ചെയ്യാം. ഭരണിയിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണിത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വേറെ ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ 2-3-4 ഏലക്ക, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ചെറിയൊരു പട്ട, ഇതൊക്കെ പാടെ കൂട്ടിയേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പട്ട കുറേ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിന് മാറ്റിട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ടുണ്ട്. അത് ഞാനിതിൽ വീഡിയോ എടുത്തപ്പോൾ അത് പോയി തോന്നുന്നു, അത് ഇതിൽ കാണുന്നില്ല. അപ്പോൾ അതും കൂടി വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഒന്നും കൂടി ഇതിൽ കടന്നുകാണ്ട് ഇതൊന്ന് കുറുകണം, ഒച്ചിരിയും കൂടി ഒന്ന് കുറുകണം. അപ്പോൾ അങ്ങനെ അതിൽ കടന്നുകാണ്ട് നല്ലോണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അടിഭാഗമൊന്നും അടി പിടിച്ചാതെ നല്ലോണം ഇളക്കി. അപ്പോൾ കണ്ടോ നല്ലോണം കുറുകി വന്നിക്കണ്. ഇനി നമുക്കിത് ചൂടാറിയിട്ടുള്ളൂ പാത്രത്തിൽ ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമ്മളിത് എടുക്കരുത്,
പിന്നെ ഇപ്പം തന്നെ എടുത്ത് കഴിഞ്ഞാലേ അത് അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 2 ദിവസമെങ്കിലും വെക്കണം. അപ്പോഴാണ് ഇതിക്ക് ഞാൻ ഉപ്പിട്ടത് പറഞ്ഞില്ലേ ഓർമ്മയില്ല. ഒരു നുള്ളു ഉപ്പിട്ടീനു കേട്ടോ. നമ്മൾ മധുരമുള്ളതാണെങ്കിലും ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ നമ്മൾ ഒരു ഇച്ചിരി ഉപ്പിടുമല്ലോ, അങ്ങനെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെച്ച നെല്ലിക്കയാണ്. അതിവിടെ മോക്ക് ഇച്ചിരി നെല്ലിക്ക ഉപ്പിലിട്ട് വേണം പറഞ്ഞപ്പോൾ ഞാനത് മാറ്റി വെച്ചതേനു. അപ്പോൾ അത് ഉപ്പിലൂട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ നെല്ലിക്ക ഉപ്പിയിലാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ്. പിന്നെ നെല്ലിക്കല്ലേ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള സംഭവം തന്നെയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.